എഫിന്റെ പ്രതിനിധി CPM-ന്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. മികച്ച പോലീസാണ് കേരളത്തിലുള്ളതെന്ന്. ഈ മികച്ച പോലീസിനെ കുറിച്ചിട്ടാണ് ഇവരുടെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജനും പാർട്ടിയുടെ മാടായി ഏരിയ സെക്രട്ടറി വിനോദും EP ജയരാജൻ എന്ന് പറഞ്ഞ LDF-ന്റെ കൺവീനറും SFI-യുടെ നേതാക്കന്മാരും ഒക്കെ ഇതുപോലെ ആക്ഷേപം ചൊരിയുന്നത്. ഈ മികച്ച പോലീസിനെ കുറിച്ച് ആദ്യം നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. നിങ്ങളുടെ പോലീസ് സേനയെ കുറിച്ച്, നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് സേനയെ കുറിച്ച് നിങ്ങളുടെ പാർട്ടിക്ക് എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ട് വേണം താങ്കൾ ഈ അഭിപ്രായം പറയാൻ. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. ഈ മികച്ച പോലീസ് നടത്തിയ സേവനങ്ങൾ നമ്മൾ കാണണ്ടേ കുറഞ്ഞ കാലങ്ങളായിട്ട്. പിന്നെ നിങ്ങൾ ലോ ആൻഡ് ഓർഡറിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ച് ഒരു വ്യത്യസ്ത അഭിപ്രായമില്ല. കാരണം ലോ ആൻഡ് ഓർഡർ പോലീസ് കൃത്യമായിട്ട് നിർവഹിക്കുന്നതുകൊണ്ടാണല്ലോ നവകേരള സദസ്സിന്റെ ക്രമസമാധാന പാലനവും ചുമതലയും ഒക്കെ DYFI-ക്കാർക്കും SFI-ക്കാർക്കും CPM-കാർക്കും ഒക്കെ ഏറ്റെടുക്കേണ്ടി വന്നത്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം താങ്കൾ തന്നെ പറഞ്ഞ് ഇതിനു മുമ്പത്തെ ചർച്ചകളൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് കടക്കുന്നില്ല. ചാലക്കുടിയിൽ SFI-യുടെ അഖിലേന്ത്യാ കമ്മിറ്റി അംഗം ഒരു ഹസൻ മുബാറക് ചാലക്കുടിയിലെ SI-യെ പട്ടിയെ പോലെ തെരുവിലിട്ട് തല്ലുമെന്ന് പറഞ്ഞത് ഈ പോലീസിനുള്ള ഒരു അംഗീകാരമായിരുന്നോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇനി ഗവർണർക്ക് എതിരെ സമരം ചെയ്ത SFI നേതാക്കന്മാരെ പിന്മാറ്റാൻ ചെന്ന പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥരോട് ഗവർണറുടെ കക്കൂസ് കഴുകാൻ പറഞ്ഞ ആർഷോ പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥരും പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ഈ വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത്. അവരുടെ ആ നല്ല പ്രവർത്തനങ്ങൾക്കുള്ള എൻഡോഴ്സ്മെന്റ് ആണോ ആർഷോ പറഞ്ഞതെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഇനി തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കണ്ണൂരും ഒക്കെ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ MLA-മാർ സഖാക്കന്മാരൊക്കെ പറയുന്നത് പോലീസ് മോശപ്പെട്ടവരെന്ന. പിന്നെ എങ്ങനെ അരുൺകുമാറിന് ഇത് മാറ്റി പറയാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഇനി ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ തലയടിച്ചു പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നോക്കി നിന്ന പോലീസ്, അത് നോക്കി നിന്ന ലോക്കൽ പോലീസ് ഉണ്ടല്ലോ, ഈ അക്രമമൊക്കെ കണ്ടിട്ട് നോക്കി നിന്ന പോലീസ്, അതേ പോലീസിന്റെ നിലവാരത്തിലായിരുന്നു കല്യാശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യാത്ര ചെയ്തപ്പോൾ DYFI-ക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് നോക്കി നിന്ന പോലീസിന്റെ ക്ഷമാശീലവും. ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത പ്രവർത്തകരെ ചെന്ന് ആക്രമിക്കുന്ന DYFI-ക്കാരെ സംരക്ഷിച്ചു. പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കൽ വെച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് സ്റ്റേഷന്റെ മതിൽ ചാടിച്ചെന്ന് ആക്രമിച്ചിട്ട് പോലും DYFI-ക്കാരോട് പ്രത്യേക കരുതൽ കാണിക്കുന്ന ഈ പോലീസ് ജനമൈത്രി പോലീസ് എന്നല്ല പറയണ്ടേ, പാർട്ടി മൈത്രി പോലീസ് എന്നാ പറയണ്ടേ. കാരണം DYFI-ക്കാരും CPM-കാരും നടത്തുന്ന മാർച്ചിൽ മറ്റൊരു നിലപാടാ. ഇപ്പൊ കേരളത്തിലെ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാര് അല്ലെ പറയുന്നതൊക്കെ നമ്മൾക്ക് പലരുമായിട്ട് ഇടപെടുമ്പോൾ നമുക്കറിയാമല്ലോ. ഇനി പ്രാദേശിക നേതാക്കന്മാർ വിടുന്ന കാര്യം വിട്. EP ജയരാജനും MB ജയരാജനും ഇവരുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരല്ലേ, ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരല്ലേ. മാടായിലെ ഏരിയ സെക്രട്ടറിയുടെ അഭിപ്രായവും വീട്. വിജിനെ പോലുള്ള ആളുകളുടെ, MB ജയരാജന്റെ, EP ജയരാജന്റെ ഒക്കെ അഭിപ്രായം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. പിണറായി വിജയൻ നയിക്കുന്ന ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് ഇവരുടെ ഇടതുപക്ഷം എന്ന് ഇവരവകാശപ്പെടുന്ന ഇൻവെർട്ടഡ് കോമയിൽ ഇവരുടെ പോലീസ് നയം നടപ്പാക്കാൻ ഈ ഉദ്യോഗസ്ഥർക്ക് താല്പര്യമില്ല. അപ്പൊ അവർ ആരുടെ നയം നടപ്പാക്കുന്നു? അങ്ങനെ നടപ്പാക്കുന്നുണ്ടെങ്കിൽ അതൊരു ഉത്തരവാദിത്തപ്പെട്ട ആളാരാ? ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ലേ. അദ്ദേഹം ഈ പണ്ട് ഞാൻ ഊരിപ്പിടിച്ച വാളിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ആരോ കാണിച്ച കളിത്തോക്കിന്റെ മുമ്പിലൊക്കെ നടന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ അദ്ദേഹത്തിന് പൊതുജനങ്ങളെ കാണണമെങ്കിൽ തോക്കേന്ത്യ കരിമ്പൂച്ചയുടെ സംരക്ഷണം വേണം, അദ്ദേഹത്തിന് കാരവൻ വേണമെന്ന് പറയുന്ന ADGP-യെ പോലുള്ള ആളുകൾ, അദ്ദേഹത്തിന് അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ക്യാബിനറ്റാണ് കേരളത്തിന് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്ന ആളുകളെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് പോലീസ് കേമമാണെന്ന് പറയുമ്പോൾ തൊട്ട് താഴെയുള്ള നിരയിലുള്ള ഉന്നത നേതാക്കന്മാർ പോലും അത് അംഗീകരിക്കുന്നില്ല എന്നാണ് കേരളം കാണുന്ന ഒരു വസ്തുത. ഇനി അരുൺകുമാർ പറഞ്ഞ കാര്യമുണ്ട്, പോലീസ് ഒരു മർദ്ദന ഉപാധിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങളുടെ നയം വേറെയാണെന്ന്. ഇവിടെ കേരളത്തിൽ നടന്ന എത്രയോ കസ്റ്റഡി മരണങ്ങൾ, ഈ ആലുവയിൽ വരാപ്പുഴയിലെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ഇടിച്ച് അവന്റെ നെഞ്ചും കൂടി പൊളിച്ച് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടില്ലേ? ആര് ഉത്തരവാദിത്തം പറഞ്ഞു? AV ജോർജ് എന്ന് പറഞ്ഞ ടൈഗർ ഫോഴ്സിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകിയാണ് ഇവരെ സംരക്ഷിച്ചത്. മൂന്നാറിലെ രാജ്കുമാറിന്റെ മരണമായിക്കോട്ടെ, ഈ അടുത്ത് നടന്ന കസ്റ്റഡി മരണങ്ങളായിക്കോട്ടെ, എത്രത്തോളം പോലീസ് അതിക്രമം കേരളത്തിൽ നടന്നു. അപ്പോൾ പോലീസിന്റെ നയം ഇവരുടെ സർക്കാരിന്റെ നയമാണെങ്കിൽ ആ പോലീസിന് വരുന്ന വീഴ്ച ഇവർ അംഗീകരിക്കണം. മറിച്ചാണെങ്കിൽ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതിനുള്ള ആർജവം ആഭ്യന്തര വകുപ്പ് മന്ത്രി കാണിക്കണം. രണ്ടിലേതെങ്കിലും ഒരു പക്ഷം വേണ്ടേ? ഇത് രണ്ടും കെട്ട പക്ഷം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇനി അടുത്തത് ഇവർ പറയുന്നത്, ജിൻഡോ, ആലപ്പുഴയിൽ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷക സേനയിലുള്ളവർ ഇറങ്ങിയടിച്ചു. അതിനെതിരെ കോടതി പറഞ്ഞ് കേസെടുത്തു. കോടതി പറഞ്ഞ് കേസെടുത്തത് അന്വേഷിക്കാൻ മാത്രമാണ്, അതുകൊണ്ട് പിന്നീട് അത് അനന്തമായി നീണ്ടുന്നതിൽ കുഴപ്പമില്ല എന്ന രീതിയിലാണ് അതിനെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പോലീസ് സ്വമേധയാ കേസെടുക്കുകയല്ല. കാരണം പോലീസ് കീഴടക്കിയ ആളുകളെയാണ് പിന്നീട് ഇറങ്ങി വന്ന് തല്ലുന്നത്. പോലീസ് സ്വമേധയാ കേസെടുക്കുകയോ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയോ നടപടിയെടുക്കുകയോ ഒന്നുമല്ല. കോടതി പറഞ്ഞിട്ടാണ് കേസെടുക്കുന്നത്. കോടതി പറഞ്ഞു നിങ്ങൾ കേസെടുത്തല്ലോ, അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ സൗകര്യാർത്ഥം മതി എന്നാണെങ്കിൽ
അല്ല മാധു, ഇതിലൊരു ഫാസിസ്റ്റ് സർക്കാരിന്റെ, ഒരു സ്വേച്ഛാധിപത്യ സർക്കാരിന്റെ സർവ്വ ലക്ഷണങ്ങളുമുള്ള ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ ഓരോ മേഖലയെടുത്ത് പരിശോധിച്ചാലും ഫാസിസ്റ്റ് നയങ്ങളാണ് നടപ്പാക്കുന്നത്. ഈ ഫാസിസ്റ്റ് സർക്കാരിന്റെ ഗസ്റ്റപ്പോ ആയിട്ട് കേരള പോലീസ് മാറുക. പാർട്ടിക്കാരെ കാണുമ്പോൾ ഇവർ വിറയ്ക്കുക. പാർട്ടിക്കാർക്ക് ഒരു പക്ഷത്ത് സംരക്ഷണം കൊടുക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകളെ എങ്ങനെ ഗസ്റ്റപ്പോ കൈകാര്യം ചെയ്തോ അതേ രീതിയിൽ തന്നെയാണ് കേരള പോലീസ് കൈകാര്യം ചെയ്യുന്നത്. ഭിന്നശേഷിക്കാരനായിട്ടുള്ള പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ നവകേരള സദസ്സിന്റെ ബനീനിട്ട് ടീഷർട്ട് ഇട്ട് വരുന്ന ഡിവൈഎഫ്ഐക്കാരൻ പുറകിൽ നിന്ന് ചവിട്ടുമ്പോൾ അയാളെ അറസ്റ്റ് ചെയ്യാൻ ശേഷിയില്ലാത്ത കേരള പോലീസിനെ പിന്നെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? പക്ഷെ കഴിഞ്ഞ ദിവസം ചരിത്രം അവിടെ നിൽക്കട്ടെ, വർത്തമാനത്തിൽ ഈ നവകേരള സദസ്സിനിടയിൽ കേരളത്തിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകനെതിരെ സമാനമായ ആക്രമണം ഉണ്ടായി. ഇലക്ട്രിക് ലാത്തി ഒന്നുമല്ല, കൈകൊണ്ടാണ്. നിഷേധിക്കാൻ പറ്റുമോ? ശബ്ദിക്കുന്ന ഫോട്ടോ ആയിരുന്നു അത്. അല്ല, എന്താ ഈ ഇലക്ട്രിക് ലാത്തിയെ കുറിച്ച് ചോദിക്കുമ്പോ ഇത്ര ബുദ്ധിമുട്ട്? ക്രൂരമായി വേട്ടയാടിയ ചരിത്രമുണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഈ കേരളത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ 7 വർഷത്തെ ചരിത്രമല്ല. ഈ സഖാവ് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴുള്ള ചരിത്രത്തെ മാത്രമാക്കി നിങ്ങളൊക്കെ ഒതുക്കല്ലേ? ഞാൻ ചോദിക്കുന്നത്, അല്ല, അക്രമ സമരത്തിന് പോകുന്നപ്പോ പോലീസ് ശക്തമായി നടപടി സ്വീകരിച്ചിട്ടുണ്ടാവും. ഇത് എന്തെങ്കിലും ഒരു മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ടല്ലല്ലോ പോയത്. കേരളത്തിന്റെ നവകേരള സദസ്സ് നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം നവകേരള സദസ്സ് സമാപിച്ച കുന്നത്ത് നാട്ടിൽ വലിയ മുളവടിയിലും അതുപോലെ തന്നെ പട്ടികയിലും കരിക്കൊടി കെട്ടിക്കൊണ്ട് കോൺഗ്രസ്സുകാർ അവിടെ പോയി നിന്ന് അന്തിക്കൂതാശയ്ക്ക് നിന്ന് നമ്മൾ കണ്ടതാണ്. അക്രമം സംഘടിപ്പിക്കാൻ മനഃപൂർവ്വം കല്ലും ഷൂവും അതുപോലെ തന്നെ മാരകായുധങ്ങളുമായി കാത്തു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും. എന്ത് കാരണത്താൽ? എന്താണ് ഇവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം? ആശയത്തെ ആശയം കൊണ്ട് നേരിടും. അതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യമേ സൂചിപ്പിക്കുന്നുള്ളൂ. കേരളത്തിന്റെ പോലീസിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ 7 വർഷത്തെ ചരിത്രമല്ല. അത് ഒറ്റ മിനിറ്റ് ഈ കേരളത്തെ ഒറ്റ മിനിറ്റ് അല്ല, അങ്ങേക്കൊരു വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അങ്ങേക്ക് അനുവദിച്ചു നൽകിയായിരുന്നു അഡീഷണൽ ആയി. പക്ഷെ അങ്ങ് ഞാൻ അവസാനിപ്പിച്ചു. അരുൺകുമാർ പറയുമ്പോൾ ഈ 66 വർഷത്തെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അങ്ങനെ മറക്കുന്നില്ല. UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ DYFI പോലെയുള്ള യുവമോർച്ച പോലെയുള്ള പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ നേരിടുന്നതിന്റെ ഭാഗമായിട്ട് പോലീസ് ഉപയോഗിച്ചിട്ടുള്ള മർദ്ദക മുറകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നും ഓരോ കാലഘട്ടത്തിനനുസൃതമായിട്ട് നമ്മൾ പുനർവിചിന്തനം നടത്തണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചെയ്തിട്ടുള്ള അതിന്റെ ഭാഗമായിട്ട് ജീവഹാനി നേരിട്ടിട്ടുള്ള ആളുകൾ, വലിയ കൊടിയ മർദ്ദനങ്ങൾ നേരിട്ടിട്ടുള്ള ആളുകളോടൊക്കെ സഹതാപപൂർവ്വമല്ല, സഹാനുഭൂതിയോടെ പെരുമാറണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ സമരങ്ങളെ നേരിടുന്നതിന്റെ ഭാഗമായിട്ട് UDFന്റെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചകൾ എണ്ണി പറഞ്ഞല്ലേ നിങ്ങൾ അധികാരത്തിൽ വന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ മുൻകാല ചരിത്രങ്ങളൊക്കെ പറയുന്നു. EMSന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് എടുത്താലേ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് നേരെ വെടിവെച്ചിട്ടുണ്ട് EMSന്റെ കാലഘട്ടത്തിൽ. അത് വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയന്റെ പോലീസ് ലാത്തി കൊണ്ടാ വെടിവെക്കുന്നുള്ളൂ, പിന്നെ പിണറായിയുടെ നാക്ക് കൊണ്ടേ വെടിവെക്കുന്നുള്ളൂ. അത് അവിടെ വിട്ടേക്കാം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ജനനിയന്ത്രണം താങ്കൾ പറയുന്നു. ഇപ്പൊ ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അരുൺകുമാർ, ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ ഇത്രത്തോളം വിഷമിക്കില്ലേ? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. താങ്കൾക്ക് മാത്രമല്ലല്ലോ, എനിക്കും പറയാനുണ്ടല്ലോ. മാധു ഇപ്പൊ കാണിച്ചു തന്ന ആ ചിത്രമുണ്ടല്ലോ, ആ ചിത്രം നിങ്ങൾ കഴിഞ്ഞ 7.5 വർഷമായിട്ട് പത്രം ഒന്നും വായിക്കാറില്ലേ? ദേശാഭിമാനി അല്ലാത്ത പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? ഈ ദൃശ്യങ്ങളും ഉണ്ട്. ഇവിടെ UDFന്റെ കാലത്ത് മാത്രമല്ല, പോലീസ് എല്ലാ കാലത്തിലും ഇത്തരം രീതിയിൽ അക്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ ഒന്നിച്ചു നിന്ന് എതിർക്കാനുള്ള ശേഷി നമ്മൾ കാണിക്കണം. നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിലെ യുവജന നേതാക്കന്മാരെന്നുള്ളതിൽ അതിനുള്ള ജനാധിപത്യ മര്യാദയെങ്കിലും പുലർത്തണം. അല്ലാതെ പണ്ട് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് ന്യായമാണ്, ഇപ്പോൾ ചെയ്യുന്നതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് പൊതുജനം അംഗീകരിക്കുമെന്ന് അരുൺകുമാർ വിചാരിക്കരുത്. ഇനി അടുത്തത്, അക്രമ സമരങ്ങളെ നേരിടുമ്പോൾ പോലീസ് അങ്ങനെ ചെയ്യുമെന്ന്. കൂത്തുപറമ്പിൽ നിങ്ങൾ നടത്തിയ അക്രമ സമരമായിരുന്നോ? നിങ്ങൾ പോലീസ് ജീപ്പ് കത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ KSRTC ബസ് തകർത്തിട്ടുണ്ട്, നിങ്ങൾ കോളേജുകൾ അടിച്ചു തകർത്തിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം സമരങ്ങൾ അക്രമം നടത്തിയിട്ടില്ലേ? നിങ്ങൾ പ്രിൻസിപ്പൽമാരുടെ കസേര കത്തിക്കുകയും ശവകുടീരം ഒരുക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ? അപ്പൊ നിങ്ങൾ ഏതിനെ അക്രമ സമരം എന്ന് പറയാം? ഈ അക്രമ സമരത്തിന്റെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് അരുൺകുമാർ എന്ന് പറഞ്ഞു തന്നെ എനിക്കത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ നടത്തുമ്പോൾ ഇതൊക്കെ മഹനീയ മാതൃകയും മറ്റാരെങ്കിലും കരിങ്കൊടി കാണിക്കുമ്പോൾ അതെന്തോ മോശപ്പെട്ട കാര്യം എന്നൊക്കെ പറയുന്നത് ഈ പുതിയ കാലഘട്ടത്തിന് ചേർന്നല്ല അരുൺകുമാർ. ഇതെങ്കിലും തിരിച്ചറിയും. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾ നീതി കൊടുക്കുന്ന പോലീസിനെ, വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിക്ക് നീതി കൊടുത്തില്ല, വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി കൊടുത്തില്ല, വണ്ടിപ്പെരിയാറിലെ പിഞ്ചു പെൺകുട്ടിക്ക് നീതി കൊടുക്കാത്ത പോലീസാ.
വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി കൊടുത്തില്ല. ആ വാളയാറിലെ കുട്ടികളുടെ അമ്മ എന്തിനാ പിണറായി വിജയനെതിരെ മത്സരിക്കാൻ പോയത് ധർമ്മടത്ത്? എന്തിന്റെ പേരില്ല? അവർക്കെതിരെ കൃത്യവിലോപം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് ഉന്നത സ്ഥാനക്കയറ്റം നൽകിയല്ലേ നിങ്ങൾ സൽക്കരിച്ചതും സ്വീകരിച്ചതും? അട്ടപ്പാടിയിലെ മധുവിന്റെ കേസിൽ എന്ത് സംഭവിച്ചു നമുക്കറിയാലോ. ഇനി നിങ്ങളുടെ തന്നെ സഹപ്രവർത്തനായിട്ടുള്ള ജിഷ്ണു പ്രാണോയ് മരണപ്പെട്ടപ്പോൾ മുൻകാല SFL പ്രവർത്തകയായിട്ടുള്ള മഹിജയെ തെരുവിലൂടെ വലിച്ചടച്ച പോലീസിനെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയത്? അപ്പൊ പാർട്ടി നേതൃത്വത്തോട് ഒത്തുനിൽക്കുന്ന ആളുകൾക്ക് മറ്റൊരു നയവും സാധാരണക്കാർക്ക് മറ്റൊരു നയവുമാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഫാസിസ്റ്റ് സർക്കാരിന്റെ ഈ പറഞ്ഞ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഫേസ്ബുക്കിലൂടെ നടത്തിയ ആ കലാപാഹ്വാനം തന്നെ പറയണം, വെല്ലുവിളിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം എന്നുള്ള രീതിയിലുള്ള തെരുവ് പിള്ളേരുടെ ശൈലിയിലുള്ള ആ വെല്ലുവിളി, അത് പോലീസിന്റെ നയത്തിന്റെ ഭാഗമാണോ? അല്ലെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായോ? ഈ കാര്യത്തിൽ അരുൺകുമാറിന്റെ ഒരു മറുപടി കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇന്റലിജൻസ് വീഴ്ചയില്ല, ഉദ്യോഗസ്ഥർ തമ്മിൽ ഐക്യമാണെന്ന്. പിന്നെ എന്തിന്റെ പേരില പി വിജയൻ എന്ന് പറഞ്ഞ IPS കാരനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്? എന്തിന്റെ പേരില? IPS ഉദ്യോഗസ്ഥർ തമ്മിൽ ഇത്ര യോജിപ്പാണെങ്കിൽ പിന്നെ ആ ഉദ്യോഗസ്ഥനെതിരെ ഈ ഇന്റലിജൻസ് വീഴ്ചയ്ക്ക് കാരണക്കാരനായി എന്നും പറഞ്ഞല്ലേ മാറ്റി നിർത്തിയേ. അപ്പൊ അരുൺകുമാർ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ലാതെ വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞ ലോക്കപ്പ് മർദ്ദനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത, വീഴ്ചകൾക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥരെ ഞങ്ങൾ കൈകാര്യം ചെയ്തു. ഈ ലോക്കപ്പ് മർദ്ദനം നടത്തി AV ജോർജിന് നിങ്ങൾ സ്ഥാനക്കയറ്റം നൽകുകയും വലിയ സ്വീകരണം നൽകുകയൊക്കെ ചെയ്ത് ഞങ്ങൾ കണ്ടതാ. ഈ വാളയാറിലെ പെൺകുട്ടികളുടെ കാര്യത്തിൽ നീതി നിഷേധത്തിനുള്ള ഒത്താശ ചെയ്തു കൊടുത്ത AJ സോജൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന് ഉന്നതരായിട്ട് സ്ഥാനക്കയറ്റം കൊടുത്തത് ഞങ്ങൾ കണ്ടതാ. കേരളത്തിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരന്റെ കഴുത്ത് പിടിച്ച് ഞെക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ പോയ ബൈജു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നിങ്ങൾ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ ശുപാർശ ചെയ്തിട്ടില്ലേ? അപ്പൊ നിങ്ങൾ ഈ പറയുന്നതൊന്നും നിങ്ങൾ പറയുന്നതിനോട് തന്നെ യോജിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ, 80 വയസ്സ് കഴിഞ്ഞ ഒരു പാവപ്പെട്ട ഒരു അമ്മ, പാലക്കാടാണെന്ന് എൻ്റെ ഓർമ്മ, 4 വർഷത്തോളമായിട്ട് പോലീസ് എഴുതിയ FIR-ൽ ആളുമാറി അവരുടെ പേര് ചേർക്കപ്പെട്ടു. അവർ 4 വർഷത്തോളം കോടതി കയറി ഇറങ്ങി അവരല്ല പ്രതി എന്ന് തെളിയിക്കേണ്ട ബാധ്യത അവരുടെ മാത്രമായി. പിണറായി വിജയന്റെ സ്ത്രീ സുരക്ഷ കേരളത്തിലെ പോലീസ് നടത്തിയ നടപടിയാ. അവർ ആ അമ്മയോടൊരു മാപ്പ് പറയാൻ പോലും കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല. ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ആലുവയിൽ 100 ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വാങ്ങിക്കൊടുത്ത് പോലീസിന്റെ നേട്ടം നിങ്ങളുടെയാണെന്ന് അവകാശപ്പെടുമ്പോൾ, വണ്ടിപ്പെരിയാറിൽ പരാജയപ്പെട്ട പ്രോസിക്യൂഷനും പോലീസും നിങ്ങളുടേതാണെന്ന് കൂടി അവകാശപ്പെടണം. വീഴ്ച പറ്റുന്നതും കൂടി എൻഡോഴ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്ത ബോധം നിങ്ങൾ കാണിക്കണം. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. പെൺകുട്ടിയെ, അതും ഒരു ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ പോയ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് നയിച്ചത് ഇതേ പോലീസാണ്. ഇതേ പോലീസ് ഉദ്യോഗസ്ഥന. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ എത്രത്തോളം ദിവസം പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് താമസിച്ചു നമുക്കറിയില്ലേ? നടപടി സ്വീകരിക്കാൻ എത്ര ദിവസം എടുത്തു? എത്ര ദിവസം എടുത്തു? എത്രത്തോളം അരുൺകുമാർ, ഞാനൊന്ന് പറയട്ടെ, ഞാനും നികുതി കൊടുക്കുന്ന പണം കൊണ്ടല്ലേ ഈ പോലീസിന് ശമ്പളം കൊടുക്കണ്ടേ? അപ്പൊ എനിക്കും വിമർശിക്കാനുള്ള അവകാശമല്ലേ? താങ്കളുടെ മാത്രമല്ലല്ലോ പോലീസ്. കേരള പോലീസ് എന്ന് പറഞ്ഞാൽ CPM-ന്റെ പാർട്ടി ഓഫീസിലെ റെഡ് വോളണ്ടിയർ മാത്രമല്ല, ഞങ്ങളുടെ നികുതി പണത്തിന് ശമ്പളം കൊടുക്കുന്ന എനിക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. ഞാനും പറയട്ടെ, താങ്കളൊന്ന് കേട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വിമർശനം ഉണ്ടാകുന്നത്. ഇവിടെ ശ്വാസം മുട്ടിക്കുന്ന പോലീസുകാരന്, തലയടിച്ചു പൊളിക്കുന്ന അംഗരക്ഷകന്, അല്ലെങ്കിൽ തുണി വലിച്ചു കയറുന്ന പോലീസുകാർക്കൊക്കെ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണമെന്ന് പറയുന്ന ശുപാർശ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പല്ലേ നിങ്ങളുടെ? ഈ പിണറായി സർക്കാരിന്റെ ബാഡ് സർവീസ് എക്സെറ്റ് ജനങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ അത് കാണാൻ പോവുകയാണ്. നിങ്ങൾ ഇവിടെ സാജ് പ്രൊഡക്ഷൻ ഹൗസിന്റെ വീഡിയോ ഉണ്ടാക്കിയോ? ഈ ഫാസിസ്റ്റ് സർക്കാരിനെതിരെയുള്ള ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ കാരണഭൂതൻ തിരുവാതിരയോ അല്ലെങ്കിൽ സാജ് പ്രൊഡക്ഷൻ ഹൗസിന്റെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് ഈ പിണറായി വിജയൻ എത്രത്തോളം വെള്ളപൂശാൻ നോക്കിയാലും കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യർക്കറിയാം കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേരളത്തിലെ സർക്കാരും എത്രത്തോളം ഫാസിസ്റ്റ് സമീപനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. അതുകൊണ്ട് വിമർശനങ്ങൾക്ക് അതീതരാണ് നിങ്ങളെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഞങ്ങളോട് സംവദിക്കേണ്ട. നിങ്ങളുടെ തന്നെ പാർട്ടിയിലെ കീഴ്ഘടകങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാരോടൊന്ന് സംവദിക്കുക, അവരോടൊന്ന് സംസാരിക്കുക. എന്താണ് പൊതുജനത്തിന്റെ അഭിപ്രായമെന്ന് ഒരിക്കലെങ്കിലും ഒന്ന് കേൾക്ക്.